काली का हेलो जय काली जय तारा जय मछली बाबू जय काली काली कपालिनी नीमुंड मालिका शोभिता जय काली जय तारा जय चंडी जय मां जय काली जय तारा जय चंडी ओम ह्रीं क्रीं फट् स्वाहा आय कोथाय तुई ओम ह्रीं क्रीं फट् स्वाहा കൃഷ്ണപ്രിയ ക്ഷമ ചോദിക്കാനാണ് വന്നത്. ക്ഷമിക്കില്ലേ? എനിക്കറിയണം എന്തിനായിരുന്നു ഇതൊക്കെ. ஹரி என்னடா தனியா வந்திருக்க? ஹனிமூன் எல்லாம் முடிச்சாச்சா? ஹனிமூனொன்னும் இல்லண்ணா, அந்த கிழவன் பானர்ஜிக்கு ஃப்ரெஷ்ஷா கொடுக்க வேண்டிய ஐட்டமா. வில்லேஜ் பொண்ணுதான், ஒண்ணுமே தெரியாது, அதனால கொஞ்சம் சைஸ் ஆக்கி கொடுக்க வேண்டாமா? ஆடே, ஒரு பொண்ணை வச்சு 2 பிசினஸ் பண்றியா? எச்சக்கல நாயே, அந்த பொண்ணுக்கு தானே நீ எங்கிட்ட 5 லட்சம் ரூபாய் பணம் வாங்கினது? இல்லண்ணா, அந்த பொண்ணு 8 லட்சத்துக்கு பானர்ஜிக்கு பிசினஸ் ஆயி போச்சு. உங்க பொண்ணு அடுத்த ஆഴ്ച நான் ஊர்ல போய் கொண்டு வரும். বস এই কিন্তু আমাদের ঠকাচ্ছে। আমি না, তোর বাপ ঠকাচ্ছে। এই জন্য সঙ্গে কথা বলে আমাদের কোনো লাভ নেই। ওই সুরের বাচ্চা, ব্যাস ব্যাস আত্মাটা ওকে ছেড়ে চলে গেল। ব্যাস വന്നാണ്ട് ആത്മാവ് ഈ മീഡിയത്തിൽ നിന്ന് പോയിന്ന്. അതാ എന്തിനാ ശാന്ത ഹോ, তোমাদের ভয়ের কিছু নেই, ও এক্ষুনি ঠিক হয়ে যাবে। ব্যাস ഇന്ദിര ব্যাস ব্যাস ശാന്ത ഹോ. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവരോട് സമാധാനം പറയും. അറ്റ്ലീസ്റ്റ് നിനക്ക് ആരെങ്കിലും ഫോൺ ചെയ്യാമായിരുന്നില്ലേ? അല്ലേ തന്നെ എന്തിന്റെ അസുഖം നിനക്ക്? മരിച്ചുപോയ ദുഷ്ടന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി ഇത്ര സംസാരിക്കാൻ? ഒരുത്തിന് അന്തം വിട്ടുള്ള വിളിയ. ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്ന് നിനക്കറിയാമോ? ഹലോ, ആ എത്തി. ഇവിടെ തലയും കുനിച്ചിരിപ്പുണ്ട്. ഇവിടെ ഒരുത്ത് പനിച്ചുറച്ച് കിടപ്പുണ്ട്. പ്രയത്തെ കണ്ട് പേടിച്ചായിരിക്കും. അത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ അയാൾക്ക് അത് അറിയായിരുന്നു. അപ്പൊ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലല്ലോ. നോർമൽ ലെൻസിൽ ഇത്തരം ഇമേജുകളൊന്നും എക്സ്പോസ് ആവില്ല അത്രേ. ആ, നെറ്റിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യണം. ഇതാ ഞാൻ കൊടുക്കാം. കൃഷ്ണ, ഇന്ന ദൈവം സാറ്. ഒരു സാറ് ദൈവം, ഒരു ചേട്ടനാത്മാവ്. എന്തായാലും നല്ല പണിയാ കാണിച്ച്. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ അയാളുടെ അടുത്ത് പോണ്ടാന്ന്? അത് ഞാൻ വെറുതെ പറഞ്ഞപ്പോ ഷൈനിയാ പറഞ്ഞത് അവരുടെ കോളേജിലെ പിള്ളേരൊക്കെ ഇങ്ങനെ മരിച്ചവരുമായി സംസാരിക്കാറുണ്ടെന്ന്. ദുർമരണമല്ലേ, പുകളിൽ ഒരു ബലിയിടണമെന്ന്. ഏതായാലും ഒരു പാരസെറ്റമോളും കഴിച്ചിട്ട് കിടന്നോളണം. രാത്രി ഇനി അത് ഓർത്ത് പനിക്കണ്ട കേട്ടോ. കേട്ടു. എല്ലാവരും എന്നെ കാണാതെ പേടിച്ചു എന്നറിഞ്ഞപ്പോ എന്തോ ഒരു സന്തോഷം. ഇപ്പോഴാ ജീവിക്കുന്നു എന്നൊരു തോന്നൽ. കരുതാനും സ്നേഹിക്കാനും ആളുണ്ടെന്നറിയുമ്പോ, തനിച്ചല്ലെന്നറിയുമ്പോ ഉണ്ടാകുന്ന ഒരു... എന്താ ചിരിച്ചത്? അതിന് മറുപടി ഇല്ലേ? ഞാനൊരു വളരെ ഓപ്പണായൊരു മറുപടി എനിക്ക് വേണ്ടത്. കൃഷ്ണയുടെ മനസ്സിലെ ഇപ്പോഴും ഹരിയാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കൃഷ്ണ എന്റെ ചോദ്യത്തിനുള്ള മറുപടി അല്ല പറഞ്ഞത്. താലി കെട്ടിയ പെണ്ണിനെ ഇത്ര മോശമായി കണ്ട ഒരാളെ ഏത് സ്ത്രീക്കാ സ്നേഹിക്കാൻ കഴിയുക? പിന്നെ ഞാൻ അയാളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത്, എത്ര ശത്രുവാണെങ്കിലും ഒരാഴ്ചയോളം ഒരുമിച്ച് കഴിഞ്ഞതല്ലേ. എങ്ങനെയാ മരിച്ചതെന്നറിയാൻ
ആരാണെങ്കിലും ശ്രമിക്കില്ലേ? ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാം ക്ലിയറായി. മുകളിൽ നിൽക്കുന്ന ആകാശം പോലെ. എനിക്കും കാണാം ആകാശത്തെ. 3 നക്ഷത്രങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടോ അവിടെ? 3 അല്ല, ഒരു 300 കോടി നക്ഷത്രങ്ങളെ എനിക്ക് കാണാം. ആഹാ, സാറ് കൊള്ളാലോ. ഇത്ര വേഗം ആകാശത്തെ നക്ഷത്രങ്ങളെ എണ്ണിക്കഴിഞ്ഞോ? ഈ നക്ഷത്രങ്ങളൊക്കെ താഴേക്ക് നോക്കി നിൽക്കുന്ന എന്തിനാന്നറിയാമോ? രാത്രിയിൽ ഈ ഭൂമിയിൽ നടക്കുന്ന രഹസ്യങ്ങളൊക്കെ കണ്ട് രസിക്കുക അവര്. അല്ലെങ്കിൽ കൃഷ്ണ മുകളിലേക്കും നോക്കി. ആ നക്ഷത്രങ്ങളെല്ലാം കൃഷ്ണനെ തന്നെയല്ലേ നോക്കുന്നത്? ജനം ജനം സേ ഹേ ഹം തോ പ്യാസേ ആ സംഗ് മേരേ കാ എന്ന് വെച്ചാ എന്താന്നറിയോ? ആ അത് ശരി. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് ഇതുവരെ പാടിക്കൊണ്ട് നടന്നത്. ജന്മജന്മാന്തരങ്ങളായി നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, നമുക്കൊന്നിച്ച് പാടാം. എന്നാണ്? जन्म जन्म से हम तो संग मेरे गा ने सगम अपनी सरेगा देखी मेरी ജീസസ്, ഇതാരാ? ദുർഗാദേവി അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലോ. ഇപ്പോഴാ ഒന്ന് സമാധാനായത്. ഒക്കെ ഒന്ന് കഴിയെ ഇറക്കിയ പോലെ. അത് ശരിയാ. ഈ ബംഗാളിന്റെ മുഴുവൻ പാപവും ഒഴുക്കിക്കളയുന്നത് ഈ ഹുഗ്ലിയില. വേഗം പോയി കുളിച്ചോണം, അല്ലെ ചൊറിഞ്ഞോണ്ട് അടക്കേണ്ടി വരും. വാ കേറ്. വേണ്ട സാറേ, ഞാനൊരു ടാക്സിയിൽ പോയിക്കോളാം. ആകെ നനഞ്ഞിരിക്കുക. ഓ, അത് ഞാൻ സഹിച്ചു. കേറ്. ഈ ചൂടില് ചെറിയൊരു നനവ് കിട്ടുന്നത് ഒരു സുഖ. ഈ പരുവത്തിൽ വേണം മമ്മയുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കാൻ, ഈ കൊച്ചു ദുർഗയെ കല്യാണം കഴിച്ചോട്ടേന്ന്. എന്താ ചോദിക്കട്ടെ? സാറങ്ങനെ ചോദിക്കുവോ? പിന്നെ ചോദിക്കാണ്ട് എന്നും ഇങ്ങനെ കറങ്ങടിച്ച് നടക്കാൻ പറ്റുമോ? അതല്ല, മമ്മയുടെ മറ്റുള്ളവരെയൊക്കെ മുമ്പിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് നഷ്ടപ്പെട്ടൊരു വിധവയാ ഞാൻ. അങ്ങനെ ഒരാളെ മമ്മ സമ്മതിക്കുവോ? മമ്മ സമ്മതിച്ചില്ലേ പിന്നെ ആര് സമ്മതിക്കാനാ? മമ്മ ഇപ്പോഴും അപ്പയെ മനസ്സിൽ പ്രേമിച്ചുകൊണ്ടേയിരിക്കുക. ഇനി അഥവാ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ആ ചെവി ചെന്ന് കൃഷ്ണന് മൂളിയാ മതി. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അപ്പ അലിയില്ലേ മമ്മയുടെ മനസ്സ്? അപ്പയുടെ ഫേവറേറ്റ് സോങ്ങാ. ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ.